നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ മേത്തലയിൽ CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് CPM തീവ്രവാദ സംഘടനകളുമായി കൂട്ടുകൂടുകയാണെന്ന് DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി. കയ്പമംഗലം ഈസ്റ്റ് NSS കരയോഗം കുടുംബമേള നടന്നു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം. മേത്തല പടന്നയിൽ നെടിയംപറമ്പിൽ മുഹമ്മദ് സിറാജ്, മേത്തലപ്പാടം ഇളയേടത്ത് ആസാദ് എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് പുലർച്ചെ 2 മണിയോടെ ആക്രമണമുണ്ടായത്. 2 വീടുകളുടെയും ജനൽ ചില്ലുകൾ പൂർണ്ണമായും അക്രമികൾ തകർത്തു. സിറാജിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന മോട്ടോർ ബൈക്കും നശിപ്പിച്ച നിലയിലാണ്. സംഭവത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് CPM നേതൃത്വം ആരോപിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി CPM നേതൃത്വം BJPയുമായും പോപ്പുലർ ഫ്രണ്ടുമായും കൂട്ടുകൂടുകയാണെന്ന് DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ഇന്ദിരാഭവനിൽ നടന്ന കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടർ ഭരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി ചില ഘട്ടങ്ങളിൽ BJP ഉൾപ്പെടെയുള്ളവരും മുന്നണികളും അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും, കോൺഗ്രസിന് ബദലായി വന്നവർക്കൊന്നും തന്നെ കാലാവധി പൂർത്തീകരിച്ച് ഭരിക്കുന്നതിനോ 5 വർഷം ഒരിക്കൽ പൂർത്തിയായപ്പോൾ തുടർ ഭരണം ഉണ്ടാക്കുന്നതിനോ അവർക്ക് സാധിച്ചില്ല. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. രാജ്യത്തിൻ്റെ നേതൃത്വം കൊടുക്കാനും ഇന്ത്യ രാജ്യത്തെ നയിക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും ജനങ്ങൾ പിന്നീട് വിധിയെഴുതി. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാനുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ജനപക്ഷ യാത്ര ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് TM നാസർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസഫ് ടാജറ്റ്, IK ഗോവിന്ദൻ, വേണു വെണ്ണറ, ആലീസ് തോമസ്, ചന്ദ്രിക ശിവരാമൻ, അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ, ജോസ് കുരിശിങ്കൽ, KP സുനിൽകുമാർ, ദിൽഷൻ കൊട്ടേക്കാട്ട്, KV ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് M ബിജുകുമാർ, VM നസീർ, ES സാബു, TS സജീവൻ എന്നിവർ പ്രസംഗിച്ചു. സർക്കാരിന്റെ ഹജ്ജ് ഗ്രൂപ്പ് വഴി തീർത്ഥാടനത്തിനൊരുങ്ങുന്നവർക്ക് ആശ്വാസമാവുകയാണ് കയ്പമംഗലം പുത്തൻപള്ളി മഹല്ല് നിവാസികൾ. 1.5 പതിറ്റാണ്ടായി തുടരുന്ന സൗജന്യ സേവനത്തിന് ഇക്കുറിയുമില്ല മാറ്റം. മഹല്ല് ഭാരവാഹി പുഴങ്കരയിലത്ത് റഫീഖിന്റെ പള്ളിത്താനത്തെ വീട് കേന്ദ്രീകരിച്ചാണ് ഹജ്ജിന് പോകുന്നവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അപേക്ഷ പൂരിപ്പിക്കുന്നതടക്കമുള്ള നൂലാമാലകൾക്ക് മുന്നിൽ വൃദ്ധർ ഉൾപ്പെടെയുള്ളവർ പകച്ചു നിൽക്കുമ്പോൾ സന്നദ്ധ സേവകർ ഇവർക്ക് വഴികാട്ടുന്നു. സേവനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അയൽ ജില്ലകളിൽ നിന്ന് പോലും 100 കണക്കിന് പേർ പ്രതിവർഷം ഇവിടെ എത്തുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഹജ്ജ് അപേക്ഷകൾ തയ്യാറാക്കൽ ഞായറാഴ്ച ആരംഭിച്ചു. പുലർച്ചെ തന്നെ നിരവധി പേരാണ് പള്ളിത്താനത്ത് എത്തിയത്. അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ള 20ഓളം പേർ സേവന സജ്ജരായിരുന്നു. ഫോട്ടോ എടുക്കുന്നതിന് സ്റ്റുഡിയോ സൗകര്യം പോലും ഒരുക്കിയതോടൊപ്പം ഇരിപ്പിടത്തിനും ചായ പലഹാരങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ല. അപേക്ഷകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഹജ്ജ് പഠന ക്ലാസുകൾ, ഗൈഡൻസ്, മെഡിക്കൽ തുടങ്ങി യാത്രയയപ്പ് വരെ മഹല്ലുകാരുടെ വകയാണ്. നാട്ടിക പുത്തൻതോടിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടിക സ്വദേശി ഇയാനി കോറോട്ട് സോമസുന്ദരനാണ് പരിക്കേറ്റത്. ഇയാളെ എക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 2014 കർഷക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. നെൽകൃഷി, തെങ്ങ് കൃഷി, ഇടവിള കൃഷി, പച്ചക്കറി, വാഴ എന്നീ വിഭാഗങ്ങളിലെ കർഷകരെയാണ് അവാർഡിനായി തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷ വെള്ളക്കടലാസിൽ മാർച്ച് 30 മുമ്പായി എടത്തിരുത്തി കൃഷിഭവനിൽ നൽകണം. മികവ് തെളിയിക്കുന്നതിനാവശ്യമായ ഫോട്ടോ, വീഡിയോ, CD എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കാമെന്ന് എടത്തിരുത്തി കൃഷി ഓഫീസർ അറിയിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ തസ്തികയിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ത്രിവത്സര ഡിപ്ലോമ, BCA, PGDCA, BTech, BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിരുദം, കേന്ദ്ര സർക്കാരിന്റെ A-ലെവൽ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് യോഗ്യതയായി ഉള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 15 മുൻപായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.